ആനകളൊക്കെ ചെളിയല്ലേ വാരി തിന്നുന്നത്. അവരവരുടെ പ്രൊട്ടക്ഷനാണ് അത്. മരുന്നാണ് മരുന്ന്. പിന്നെ ആയുർവേദ മരുന്നാണ്. അവിടെ പോയി ഒരയ്ക്കും. അവിടെ ഒരയ്ക്കാനാണ് ആ പോകുന്നത്. അവിടെ കല്ലുണ്ട് ഇങ്ങനെ. അതൊരു പട്ടിയെ കളഞ്ഞു പോയി തോന്നുന്നുണ്ട്. കുറെ തപ്പുണ്ടല്ലോ കുറെ നേരമായിട്ട്. സ്വർണ്ണമാണോ കുളിച്ചെടുക്കണേ? നിധി വല്ലതും ഉണ്ടോ? എന്നിട്ട് ഒരു കിട്ടുന്നു. അത് കുഴപ്പമില്ല, കഴുകാലോ. നമുക്ക് ചെളിയൊക്കെ നമുക്ക് കഴുകിക്കളയാം. അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. ഈ ചൂട് ഭയങ്കര ചൂടല്ലേ. പറയാ കേക്കാൻ നോക്കിയിരിക്കുന്നു. അമ്മ കളിച്ചേക്കാ. ഇടയ്ക്കൊന്ന് ചാർജ് ചെയ്ത് വരുന്നു. വണ്ടി കാണുമ്പോ ആള് അപ്പൊ തന്നെ പൊഴിപ്പും. അതല്ല, വെള്ളത്തിൽ അഭ്യാസം കാണിച്ച് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലല്ലേ. അപ്പൊ ആളാകെ ഇതിപ്പോ എന്താ സംഭവം ആൾക്ക്. ഞാൻ അങ്ങാടി എന്നിട്ട് ആൾ ഇങ്ങാടി അവിടെ ഇച്ചിരി ചെളി കൂടുതലുണ്ട്. കിടക്കാനൊരു സുഖം ഉണ്ട് അവിടെ. പറയാം ചേട്ടാ ആന വിളിച്ചിട്ട് കയറി വരുന്നില്ല എന്ന് പറയാം. അപ്പൊ വണ്ടി 100 കിലോമീറ്റർ സ്പീഡിൽ കൊടുക്കും. ജീവിതത്തിൽ ആരെങ്കിലും ഇങ്ങനെ വിട്ടിട്ടുണ്ടാ? ഇതൊക്കെ ഓർമ്മയിലുണ്ടാവണം കേട്ടാ. നല്ല ഓർക്കണ ആളാ. അരഞ്ഞയുടെ ബുദ്ധി. അരമണിക്കൂർ കൂടുമ്പോ മറന്നു പോകും. അത് ശരിയാ. ഈ പ്രാന്തന്മാരുടെ കൂടെ അല്ലേ ഇത് നടക്കണത്. ആ ചെളി ഏതാണ്ടാ ചെടിയുടെ കഷ്ണം കിട്ടിയിട്ട് കയ്യിൽ കളയടാ തിന്നാണ്. മാറിയടാ പഠിക്കടാ. പിന്നെ നീ കിടക്കുക ആരുടെ കാണിക്കുന്നു. മുങ്ങട്ടെ തല മുങ്ങണം. ഇത് പകുതി മുങ്ങിട്ടുള്ളൂ, ബാക്കി കൂടി മുങ്ങാൻ കിടക്കട. പൊട്ടാ മൊത്തം മുങ്ങ. സുഖമായിട്ടുള്ള നല്ല സുഖല്ലേ. പണിക്ക് പോകണ്ട, കുടുംബം നോക്കണ്ട, EMI അടക്കണ്ട. പണ്ടൊക്കെ പിന്നെ കൊറേ നടക്കാനുണ്ടെന്ന് വിചാരിക്കാം. പണിയാനും പോകണ്ട. പണ്ടൊക്കെ ഇതിന് ഏറ്റവും തിരിവ് പരിപാടിയൊക്കെ കിട്ടുക, ചപ്പ് ചവറ് പരിപാടി. ആർക്കും വേണ്ടാത്ത കച്ചറ പരിപാടികൾ മാത്രമാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. ഇത് നടന്ന് ഇതിപ്പോ ആകെ 2 മണിക്കൂർ പരിപാടി കഴിഞ്ഞ. ഇത്ര പെട്ടെന്നാ സന്തോഷമൊക്കെ കണ്ടത്. അലക്കൈയൊക്കെ അടിച്ചിട്ട് ഓടി വന്നിട്ട് ലോറി കയറും. വന്നിട്ട് ഇവിടെ ഒന്ന് കിടന്നുറങ്ങാലോ. അല്ലല്ലേ പാവം. നമുക്ക് അതിനെ കഷ്ടപ്പെടുത്തിയിട്ടുള്ള പൈസ ഞങ്ങൾക്കും വേണ്ട, നമ്മുടെ മുതലാളിക്കും വേണം.
എന്ന് വെച്ചിട്ട് പരിപാടിക്ക് പോകാണ്ടിരിക്കാനും പറ്റില്ല. നമ്മുടെ കാര്യങ്ങളും ഇതിന്റെ കാര്യം നടക്കണ്ടേ. ആ കയറി വരണേക്കെ മുന്നേ ആ വാരിയിട്ട ചെളി കംപ്ലീറ്റ് പുള്ളി മുങ്ങി കളയും. എന്നിട്ട് പുള്ളി കയറി വരിക മുക്കി കയറി. അതിനൊക്കെ ആള് ഭയങ്കര ഡീസൻ്റ്. എനിക്കത് കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലായി. അത് കയറി വരുവോ അങ്ങനെ എന്ത് ചോദിച്ചാൽ ചേട്ടാ തിരിച്ചു വരുമോ? തിരിച്ച് പോയ വണ്ടി തിരിച്ചു വരുമോ? അതുപോലട്ടെ വരാമറിക്കാണല്ലോ ചേട്ടൻ വിളിക്കണ്. കണ്ണനൂടെ നച്ചരേച്ചെന്ന് പറഞ്ഞു. അച്ഛാ പോയിന്നാ തോന്നണേട്ടാ. നാട് പോയിട്ടുണ്ടെന്ന്. പോരാടി പെട്ടതോടെ എത്തി. ശരിക്കും നമ്മളൊരു 3-4 മണിക്കൂറേ ആനേനെ കഴുകി വൃത്തിയാക്കണ അതിനേക്കാളും പിക്കപ്പായിരിക്കും ആനപ്പൊ കയറി വരുമ്പോ. മുതിർന്ന് അഴുക്കൊക്കെ പോകൂലേ? അതും നടയമരവും എല്ലാം ക്ലീനാവും. കൈ കാലൊക്കെ ഇപ്പൊ ലെവലായിട്ട് കയറി വരിക. കയറി വന്ന അത് വരും. കയറി വന്നില്ലെങ്കിൽ വേറെ ഒന്നുമില്ല. ആ ചോറ് ചമ്മ കൊണ്ട് എടുത്തിട്ട് വരെ തവള വയ്ക്കുക. അപ്പൊ ആ ചോറ് കണ്ട വഴി ഓടി കയറി വരും. ആ ട്രാക്കിനെ പിടിച്ച് കയറ്റി കൊണ്ടും പോവുക. എവിടെയാ ഇവിടെ കിടന്നുള്ള കളി മതിട്ടാ. ആ മതിയാ ഇല്ലാൻ പോവാ. എന്നാ പുറത്ത് പുറത്തുനിന്നോ. ആ പോലെ അവിടെ കുഴിയിട്ട് ഞാൻ പറഞ്ഞില്ല പൊട്ടാ. എന്ത് കഴിഞ്ഞപ്പോ കാണിക്കുന്നു. ആ ഫുഡ് ഞാനല്ലേട്ടാ. എടാ ചങ്ങല ഊരിപ്പോയാ? ചങ്ങല ഊരിപ്പോയിട്ടാ മരത്തുന്ന ചങ്ങല? ഇല്ല. ഓക്കെ അവിടെ ഇരുന്നോ. പോയിട്ടില്ല. സംശയം അങ്ങനെ കഴിച്ചു. എന്താ ഞങ്ങൾക്കൊന്നുമില്ലേ കേട്ടോ? മരിക്കാൻ തിന്നല്ലേ? അവൻ്റെ ആണ് നൽപ്പത്താ കഴിക്കണം. കൊണ്ടുവരുന്നുണ്ടോ? ബാക്കിയില്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചാ അതല്ല വെള്ളം കുടിച്ചു. നീ ഇവിടെ ഇരുന്നേ. ഞങ്ങൾ ഒഴിയാനേ സ്വന്തം വീട്ടിൽ വരുന്നില്ല. അപ്പൊ എല്ലാവരും മാറും.
നല്ല നല്ല നമ്മുടെ യൂട്യൂബ് വരും നോക്കിയോ. എല്ലാരും കിട്ടി. ഇല്ല, നേരെ കയറ്റുക. പുറയുന്ന മാറി നോണം, നോക്കാതെ നടക്കുന്നു. അല്ല, പുറയുന്ന മാറി നോണം. നല്ല കുടിച്ച നല്ല കുടിച്ച നടന്ന് മുന്നോട്ട് വരുന്നു. ചേച്ചിയൊക്കെ 100-150 വിടുന്നത്. ഇല്ല ഒന്നുമില്ല. ഓ, ഓടിച്ചൂടാ അല്ലേ? ഒന്ന് ഓടിച്ചൂട്ടാക്കല്ലേ? തറിയൊന്ന് വൃത്തിയാക്കണം.